യെസ്, നമ്മളപ്പോൾ ചെക്കൗട്ട് ചെയ്യാണ്. ഇതാ റൂമിൻ്റെ അവസ്ഥ. കീ അവിടെ ഉണ്ട്, കാർഡ് അവിടെ ഉണ്ട്. ഇതെങ്കിലും എടുക്കുന്നു, നമ്മളിങ്ങനെ ഇറങ്ങുന്നു. ഇറങ്ങിപ്പോകുന്ന വഴി. ഹായ്, ചെക്കിംഗ് ഔട്ട്. You paid online for this extra, no? Then that's breakfast including that one. This I can't see this here. You have another booking of that. Thank you, sir, for the inconvenience. നമ്മൾ മറ്റേത് എടുക്കുന്ന സമയത്ത് അതിൽ ഇത് കാണിക്കില്ല, ഡേറ്റ് കാണിക്കില്ല. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് വിളിക്കല്ലേ പോകുള്ളൂ. Yeah, then okay, then everything clears. Yeah, because this system is not showing, that's why. You can directly contact with Goy Vivo. Snake network. Okay, that is good. അപ്പോൾ നമ്മളൊന്ന് ക്യാഷ് കിട്ടി, ഡെപ്പോസിറ്റ് ക്യാഷ് കിട്ടി. ഇനി ഇവിടെ പ്രസ് ചെയ്യുക, ഇങ്ങനെ ആക്കുക, ഇതിൽ ഇങ്ങനെ ഇറങ്ങി പോവുക. ഇതാണ് നമ്മുടെ പരിപാടി. പൈസ കിട്ടി ഗൈസ്. ഇനി ഇവിടുന്ന് ഒരു ടുക് ടുക്ക് വിളിക്കുക, നേരെ കൊളംബോ ബസ് സ്റ്റാൻഡ്. അവിടെ നിന്ന് ഒരു AC ബസ് എടുത്ത് നേരെ എയർപോർട്ട്. ഇതാണ് നമ്മുടെ പരിപാടി. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ടുക് ടുക്ക് വിളിച്ച് നമ്മൾ യാത്രയായി കൊളംബോ ബസ് സ്റ്റാൻഡിലേക്ക്. കൊളംബോ ബസ് സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ. ടുക് 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 ടുക്. നമ്മൾ ബസ് സ്റ്റാൻഡ് എത്തിയിരിക്കുകയാണ്. ഇവിടെ നേരെ ഇതേ കാണുന്ന AC ബസ്സിനകത്ത് നമ്മൾ കയറി എയർപോർട്ടിലേക്ക് പോകണം. കൊളംബോ. ഇതാണ് വണ്ടി, ഹൈവേ എക്സ്പ്രസ്. അപ്പോൾ ഇതിൽ കയറി നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു മനുഷ്യനില്ലല്ലോ ചോദിക്കാൻ. ഇതന്നെ മറ്റേ ചോദിച്ചപ്പോൾ പറഞ്ഞത് പോയിരിക്കും. നമ്മൾ ആ ബസ് ക്യാൻസൽ ചെയ്തു. അത് വേണമെന്ന് വെച്ചു. അത് KSRTCൻ്റെ സ്റ്റാൻഡാണ്. അപ്പോൾ നമ്മൾ പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്. ഇന്നലെ വന്ന വഴികളുണ്ട്. ഇതിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡ് എത്തും. ഇവിടെ ബസ് സ്റ്റാൻഡ്, രണ്ട് സൈഡും ബസ്സുകൾ. അതന്നെ എയർപോർട്ട്. ആൾ കാണിച്ചു തന്നല്ലോ. എയർപോർട്ടിലേക്കുള്ള ബസ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അത് എപ്പോൾ എടുക്കുന്നുള്ള അറിയില്ല. ബസ് എയർപോർട്ട്. ഹൗ മച്ച് പെർ പേഴ്സൺ? Sorry? 1 people 300. 300? Yes. Airport? Airport. Okay, thank you. Time? Time 20 minutes to start. 20 minutes? Yes. 10 to 20. 10-20. Okay. കേട്ടോ, അതിനകത്ത് ഭയങ്കരമാണ് കുഴിയല്ലേ കുഴി. ഞാൻ ഇരിക്കണോ അവിടെ? അവിടെ എന്നാ മാറ്. എന്നാൽ ഞാൻ ഇവിടെ ഇരിക്കാം. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടുന്ന് 1 hour ട്രാവലിംഗ് ഉണ്ട്. 1 hourൽ എയർപോർട്ട് എത്തും. 1 hourൽ എയർപോർട്ട് എത്തും. എയർപോർട്ട് ചെക്കിങ്, ഏർലി ചെക്കിംഗ് ആണ് പറഞ്ഞത്. സെക്യൂരിറ്റി ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏർലി ചെക്കിങ് ആണെന്ന് പറഞ്ഞു. യൂട്യൂബ് Ajish, do you know? Yeah. From India. എയർപോർട്ട് എത്തിയിട്ട് കാണാം. നമ്മളങ്ങനെ കൊളംബോ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. അവിടെ സുറോടെ ആടോ ഡിപ്പാർച്ചർ. ഇനി അകത്ത് കയറി ചെക്കിൻ ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ച് ചെക്കിൻ ചെയ്തിട്ട് ഇവിടെ വന്നിട്ട്. ഓക്കെ, എയർപോർട്ടിനകത്തെ കടകളുണ്ട്.
ആ ഓ ഇത്ര വലിയ ആണോ? അപ്പോൾ നമ്മളങ്ങനെ ചെക്കിനെല്ലാം കഴിഞ്ഞ് ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടി ലോഞ്ചിനകത്ത് കയറി. ഇൻ്റർനാഷണൽ ലോഞ്ച് ആണ് ഇവിടുത്തെ ലോഞ്ച്. ഇവിടെ ഫുഡ് എന്തൊക്കെയുള്ളത് നോക്കാം. ബെവറേജസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ളത്ര കഴിക്കാം. ഡെസേർട്ട് ഉണ്ട്, സാലഡ്, എന്തോ ചിക്കൻ്റെ എന്തോ ഐറ്റം, പിന്നെ കുറേ സാലഡ്സ് ഉണ്ട്, റൈസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ. അതിനകത്ത് അങ്ങനെ കുറച്ച് റെസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ സാധ്യം അല്ലേ? അങ്ങനെ സംഭവം. നമ്മൾ കുറച്ച് ഐറ്റംസ്, ചിക്കൻ്റെ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുണ്ട്, ബാക്കി പിന്നെ ഇപ്പോൾ എടുക്കാം. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, അതിനകത്ത് കയറി വരുമ്പോഴുള്ള സ്ഥലം. ഇതാ അവിടെ പോയിരിക്കണത്, ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സുറ അവിടെ ഇവിടെ ഇവിടെ ഇരിക്കല്ലേ? അവിടെ ലോഞ്ച്. ആ ശരിയാണ്, സ്ഥലം പറയും. നമുക്ക് അപ്പുറത്ത് പോയിരിക്കാം, ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്, നമുക്ക് ലോഞ്ചിൽ പോയിരിക്കാം. ഇവിടെ ഇരിക്കാം കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കണം. അതെ, ഫുഡ് കഴിച്ചിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ലോഞ്ചിൽ നിന്ന് ഇറങ്ങാൻ പോകണം ഗൈസ്. ബോർഡിംഗ് ആയി, നമ്മൾ അറിഞ്ഞില്ല, ഇരുന്ന് കഴിച്ചോണ്ടേയിരുന്നു. ഫുഡിങ് അടിയോ. ഗേറ്റ് നമ്പർ 11. എനിക്കൊരെണ്ണം എടുക്ക്, ഞാൻ മറന്നു. ശ്രീലങ്കൻ എയർപോർട്ടിനകത്തെ തെരുവീതികളിലൂടെ ഗേറ്റ് നമ്പർ 11 തേടിയുള്ള നടത്തം. ഇതിലോ അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് 17 നമ്മൾ 16 16 നിങ്ങളുടെ എത്രയാണ്? 17 എപ്പാ നൈസായിട്ട് മാറ്റിയില്ലേ? സീറ്റ് പോകുമ്പോഴാണ് ദാസും ചാടി കയറുമ്പോട്ടാ. യെസ്, ഹായ്. ഇങ്ങേരുടെ സീറ്റ് അങ്ങേരെ അടിച്ചു മാറ്റി, പ്രതിഷേധം. എപ്പോഴും അടിച്ചു മാറ്റാണ് ദാസന്റെ ജോലി. അതെ, വിൻഡോ സീറ്റ് അത്രേ ഉള്ളൂ അല്ലേ? ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുന്ന കുട്ടിയല്ലേ, അതുകൊണ്ട് വിൻഡോ സീറ്റ് കൊടുത്തു. അത് ശരി. അയ്യോ പല തരത്തിലുള്ള സ്ട്രാറ്റിക് മൂവ്മെന്റും നടത്താൻ നോക്കി, പക്ഷെ ദാസൻ വിട്ടുകൊടുത്തില്ല. വിൻഡോ സീറ്റ് ചാടിക്കയറി ഇരുന്നുള്ളതാണ് സത്യം. ഓക്കെ ഗൈസ്, ഇനി പിന്നെ വരാം ഗൈസ്. നമുക്ക് ഫ്ലൈറ്റിൻ്റെ സ്പീഡ് നോക്കാം. 0 to 100 അറബിക്കും. തുടങ്ങി, അംഗം തുടങ്ങി. ഒന്നും നോക്കണ്ട, വെച്ചടച്ചോ. റൺവേയിൽ കയറി മേൻ, ഓൾറെഡി റൺവേയിൽ കയറി. ഇനിയിപ്പോൾ ഇതൊന്നുമല്ല, തിരിയേ എവിടേക്ക് ശരിയാണല്ലോ, ഇതാ റൺവേ. അയ്യോ, റൺവേ കാണില്ലല്ലോ. റൺവേയിൽ കണ്ടില്ല. അപ്പോൾ റൺവേയിൽ മേലെ കയറിയിട്ടുള്ളൂ. ശരിയാണോ? സ്ട്രേറ്റ് ചെയ്തിട്ട് പട്ട പഠിക്കണം. നോക്കാം. പക്ക അക്യുറേറ്റ് അല്ല, എന്നാലും നമുക്ക് ഏകദേശം സ്പീഡ് അറിയാൻ പറ്റും. പട തുടങ്ങി. അനങ്ങല്ലല്ലോ ദൈവമേ. തുടങ്ങി 50, 60, 70, 80.
100 കടന്ന് 120 എപ്പോഴാണ് പൊന്തോന്ന് ഇപ്പോൾ കാണിച്ചു തരാം. 150 150 160 170 240 നമ്മൾ ടേക്ക് ഓഫ് നടത്തുക. വേറെ സ്പീഡ് കാണിക്കുന്നു 240 ടേക്ക് ഓഫ് ആണ്. ഇത് വേണ്ട. അപ്പോഴേക്കും തിരിച്ചു വന്നതാണ്. ഇനി ഇതിൻ്റെ സ്പീഡ് കറക്റ്റായിട്ട് നമുക്ക് 305 പകുതിയായ പോലെ കടലിൻ്റെ നടുക്കൂടെ എത്തുമ്പോൾ 305 ബാക്കി ഇതിൽ വരുമോ? അതാ കട്ടായി. ഓക്കെ. ലൈൻ കട്ട് ഓക്കെ മെയ്ഡേ ശ്രീലങ്കയിൽ കടൽ ബീച്ചിൻ്റെ മുകളിൽ കൂടെ പറന്നുകൊണ്ടിരിക്കും. കടലിൻ്റെ മുകളിൽ കൂടെ വേറെ ലെവൽ വ്യൂ. കുഴപ്പമില്ല, അത്യാവശ്യം. അടിപൊളി ബീച്ച് കേട്ടോ. ഇവിടെ കാണാം, സൂപ്പറായിട്ട്. ചുറ്റിക്കാച്ചി ബീച്ച് വളരെ വിശാലമായി പരന്നു കിടക്കുന്ന കടൽ. അതിലൊരു ബോട്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നൈ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ചെന്നൈ എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ ടെർമിനലിൽ ഡൊമസ്റ്റിക്കിൽ ട്രാൻസ്ഫർ ആയി ചെക്കിൻ ചെയ്തു. അതിനകത്ത് വന്നു. ഇനിയിപ്പോൾ ലോഞ്ച് ലക്ഷ്യമാക്കി നടക്കുക. 5:45 ഫ്ലൈറ്റ്. ഇപ്പോൾ സമയം 4:35. നമുക്ക് സമയം പിന്നെ ലോഞ്ചിൽ പോയിട്ട് എന്തെങ്കിലും കയറ്റാൻ മറ്റു ബാക്കി ലോഞ്ചിലേക്ക് പോകുന്ന വഴി ഫുൾ ലോഞ്ചിൻ്റെ തല്ലാണ്. നമുക്ക് ശ്രീലങ്കയിൽ നിന്നൊക്കെ അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലോഞ്ച് അവിടെ നിന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയോറിറ്റി പാസ് അല്ലെങ്കിൽ അതുപോലത്തെ കാർഡുകൾ വേണം. ഇവിടെ പിന്നെ നമുക്ക് ഏതെങ്കിലും കാർഡല്ല ലോഞ്ച് എക്സ്ട്രാ ഏതെങ്കിലും ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ മതി. പക്ഷേ മറ്റോടെ അങ്ങനെയല്ല. ഇൻ്റർനാഷണൽ ലോഞ്ച് ഉണ്ടെങ്കിൽ പ്രയോറിറ്റി പാസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലോഞ്ച് ആക്സസ് ഉള്ള ഏതെങ്കിലും കാർഡ് അങ്ങനെ ഏതെങ്കിലും ആയിരിക്കും ഉണ്ടാവേണ്ടത്. ഇവിടെ നമ്മുടെ കാർഡ് ഏതെങ്കിലും ആക്സസ് ചെയ്യാനുള്ള ഏതെങ്കിലും കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ SBI ആണെങ്കിൽ വെറും 2 രൂപ കൊടുക്കാം. 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റും. 2 രൂപ കാർഡ് അതുപോലെ തന്നെ ടാറ്റ മിനി കാർഡുണ്ട്. SBIൻ്റെ പ്ലാറ്റിനം കാർഡുണ്ട്. പ്ലാറ്റിനം റൂപേ കാർഡ് ഉള്ള കാർഡുകളൊക്കെ കിട്ടും. പിന്നെ കാനറ ബാങ്കിൻ്റെ കാർഡുകൾ കിട്ടുന്നു. പിന്നെ എന്തെങ്കിലും ഷോപ്പിൻ്റെ കാർഡ് കിട്ടുന്നു ഇൻ്റർനാഷണൽ. അതാണ് വേറൊരു കാര്യം. അപ്പോൾ നോക്കട്ടെ, ആക്സസ് ചെയ്തിട്ട് വരാം. ലോഞ്ചിൽ കയറിയിരിക്കണം. ഇപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം. കുറച്ച് പ്രോട്ടീൻ വിഭവങ്ങളാണ്. ചെറുപയർ മുളപ്പിച്ചത്, വൻപയർ, പയർ, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ കുറച്ച് കേക്ക്, ഫ്രൂട്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താണെന്ന് അറിയില്ല. ഇത് സൂപ്പ് ഓക്കെ. ചെന്നൈ ലോഞ്ചിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? പരിതാപകം. സംഗതി ഡൊമസ്റ്റിക്കിൽ കണ്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് എടുക്കുമ്പോൾ സ്പൂൺ എടുക്കുമ്പോൾ ഫോർക്കില്ല. ഇനി 2 ജ്യൂസ് വെച്ചിട്ടുണ്ട്. ജ്യൂസ് കുടിക്കാൻ ഗ്ലാസ് ഇല്ല. മൊത്തത്തിൽ പരാജയം. പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. കാര്യം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഈ പരാജയം മൊത്തം നാട് മുഴുവൻ കണ്ടാലോ വെച്ചിട്ട് നമുക്ക് ഇഷ്ടം പോലെ കറികൾ. ആ കറികൾ കൂട്ടാനുള്ള മെയിൻ ഐറ്റം ഇല്ല. എന്തുകൂട്ടിട്ട് ആ കറി കഴിക്കുന്ന അറിയില്ല. ഒരു രക്ഷയില്ല. ഓൺലി കറി. എന്തായാലും കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും കഴിച്ചിട്ട് ഇറങ്ങി. അത്ര താല്ലിപ്പൊളി ലോഞ്ച് മൊത്തത്തിൽ. ഓക്കെ, നമ്മൾ കൊച്ചി എത്തില്ല. ഇനി കൊച്ചി എത്തിയിട്ട് ബാക്കി
ചെന്നൈ എയർപോർട്ടിലേക്ക് മന്ദം മന്ദം നടന്നു വരുന്ന ഈ നടിയെ കണ്ടോ സുഹൃത്തുക്കളെ? ഇതാണ് മനോഹരം സിനിമയിലെ നായിക അപർണ ദാസ്. ഗേറ്റ് നമ്പർ 7ലേക്ക് നമ്മൾ വീണ്ടും ഇൻഡിഗോ വിമാനത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ചെന്നൈ ടു കൊച്ചി. സീറ്റ് നമ്പർ 28B. നോക്കാം നമ്മളങ്ങനെ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നാട്ടിലെത്തി സുഹൃത്തുക്കളെ, നാട്ടിലെത്തിയിരിക്കുന്നു. പുറത്തോട്ട് കാണാം. നമ്മുടെ ബാക്കിൽ ഒരാളുണ്ട്, ഒരു സെലിബ്രിറ്റി ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇതിലേക്ക് കടന്നു വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സ്വന്തം നമ്മറകരി അപർണ ദാസ്. പോണോ? അങ്ങോട്ട് പോണോ? ഓക്കെ, കടന്നു പോയാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി തപ്പി നടന്ന് ഒടുവിൽ പാർക്കിങ്ങിൽ വണ്ടി കണ്ടെത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി വണ്ടി സ്റ്റാർട്ടായാൽ ഭാഗ്യം. അല്ലേ ദാസാ? ഇതെന്താ വണ്ടിൻ്റെ അവസ്ഥ? എൻ്റെ പൊന്നെ. അപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ എത്തിയിരിക്കുന്നു. ശ്രീലങ്കൻ ട്രിപ്പ് കൊച്ചി എത്തി. ഒരു 6-7 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും കൊച്ചിയിലെത്തിയിരിക്കുന്നു.